ഇന്ന് ഞാനിവിടെ മസാല പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് മാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിന് ഞാനിവിടെ ഉപ്പിട്ട വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ വെള്ളം കുറേശ്ശെ ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിവിടെ നല്ലതുപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പൊട്ടറ്റോ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പകുതി സവാളയും 1 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡറും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ ഞാനിവിടെ ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. നോക്കുക, ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് പരത്തി ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. ടേബിൾ കൗണ്ടർ നന്നായിട്ട് തുടച്ചിട്ട് നമുക്ക് ഈ മാവ് കുറച്ച് ഗോതമ്പ് മാവ് സ്പ്രിങ്കിൾ ചെയ്തിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്ത മാവ് നമ്മൾ വീണ്ടും പരത്തി ഇതുപോലെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി ഒരു പീസ് ഇതിൽ നിന്ന് എടുത്ത് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്ത് എഡ്ജൊന്ന് അമർത്തി കൊടുക്കണം. ഒരു ഫോർക്ക് കൊണ്ട് സൈഡൊന്ന് അമർത്തി കൊടുക്കാം. ഒട്ടും ഗ്യാപ്പ് വരരുത്. ഗ്യാപ്പ് വന്നാൽ ഈ മസാല നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വിട്ടുവരും. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് സെൻറ്ററിൽ മസാല വെച്ചിട്ട് മറ്റൊരു ഷീറ്റ് കൊണ്ട് ഇത് കവർ ചെയ്തിട്ട് ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാനിവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മാവും ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മാവും ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്ക് പതുക്കെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇരിക്കുന്ന ഓരോ ഫില്ല് ചെയ്ത മാവും ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം.
ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മസാലപ്പൂരി ഇവിടെ തയ്യാറായി. ഇത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.